ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ലെവൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് ട്രേഡ് ചെയ്യാൻ പോകുന്ന ലിക്വിഡിറ്റി ലെവൽസ് നിഫ്റ്റിയിൽ 24,889 ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കായിരിക്കും ട്രേഡ് നോക്കുക. ഓൾറെഡി അവിടെ ടാപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് താഴേക്കായിരിക്കും കൺസിഡർ ചെയ്യുക. അതാണ് ഇപ്പോൾ പ്ലാന്. ഞാൻ അതെല്ലാം ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആണെങ്കിൽ 24,771 അത് ടാപ്പ് ചെയ്യുമ്പോഴേ നമ്മൾ മുകളിലേക്ക് നോക്കുള്ളൂ. അപ്പോൾ 24,889 ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രേഡ് താഴേക്കായിരിക്കും. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 56,82 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് നോക്കുക. അതല്ല, അപ്സൈഡ് ലിക്വിഡിറ്റി 56,578. പക്ഷേ അതിൻ്റെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് പ്രീവിയസ് ഡേൻ്റെ ഹൈ ലിക്വിഡിറ്റി ഏരിയയിലാണ്. ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിലും ബാങ്കിനാണെങ്കിലും ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് ഏരിയയിലേക്കാണ് ചാൻസ് വരുന്നതിനനുസരിച്ച് നോക്കാം. അപ്പോൾ ഓൾറെഡി നിഫ്റ്റിയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴേക്കായിരിക്കും. ബാങ്കിൽ പ്രീവിയസ് ഡേൻ്റെ ഹൈ ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിലും ബാങ്കിലും നമുക്ക് താഴേക്ക് നോക്കാം. ഏതാണോ ചാൻസ് വരിക അതിനനുസരിച്ച് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:37 ആയിട്ട് നമ്മൾ എന്താ പറയുക, നിഫ്റ്റിയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് IDX തന്നെ. പക്ഷേ ബാങ്കിൽ അപ്സൈഡ് ലിക്വിഡിറ്റി IDX ഒന്നും ടാപ്പ് ചെയ്തില്ലെങ്കിലും പ്രീവിയസ് ഡേൻ്റെ ഹൈ ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡിന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പ്രീവിയസ് ഡേൻ്റെ ഒരു 1 മിനിറ്റിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടി. ഒരു IDX ടാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ നോക്കാം. ഈ ഒരു ക്യാൻഡിൽ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. ബാങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാം. നമുക്ക് 56,200 പുട്ട് ഓപ്ഷൻ നമുക്ക് റെഡിയാക്കി വെക്കാം. മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ക്യാൻഡിൽ മുകളിൽ പോയാൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഓക്കെ, പോയിട്ടുണ്ട്. ബൈ കൊടുക്കാം. നമുക്ക് എൻട്രി വന്നിട്ടുള്ളത് 161.80 നമ്മുടെ സ്റ്റോപ്പ് ലോസ് 18 പോയിന്റ് റേഞ്ചിലാണ് ഞാൻ കൊടുത്തത്. ടാർജറ്റ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഈ ഒരു 56.81 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. കാരണം അതൊരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയയാണ്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് പോകാനും ചാൻസ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ ടാർജറ്റ് നമുക്ക് വെക്കാം. ഓക്കെ, ട്രേഡ് എടുക്കാനുള്ള റീസൺ ഞാൻ പറഞ്ഞില്ലേ, IDX ഒന്നും ടാപ്പ് ചെയ്തില്ല. നിഫ്റ്റിയിലാണ് പ്രീവിയസ് ഒരു 50 മിനിറ്റ്സ് ആയിട്ട് ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്ത്. ബാങ്കിൽ ഞാൻ ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് പ്രീവിയസ് ഡേൻ്റെ ഹൈ ജസ്റ്റ് രാവിലെ തന്നെ സ്വീപ്പ് ചെയ്തുകൊണ്ട് താഴേക്ക് ചെറുതായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എപ്പോഴും മാർക്കറ്റ് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് കൂടുതലുള്ളത് ആ ഒരു ഏരിയയിലേക്കായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി മാത്രം നമ്മൾ ഒരു പോസിബിലിറ്റി വെച്ചിട്ടൊരു ട്രേഡ് എടുക്കും. നല്ലൊരു റിസ്ക് റിവാർഡ് വെച്ചിട്ടൊരു ട്രേഡ് എടുക്കും. ഒരു അവസരങ്ങൾ അങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പം അങ്ങോട്ട് പോകും എന്നുള്ളൊരു വ്യൂ മാത്രം. നമുക്ക് എന്താണ് ട്രേഡിങ്ങിൽ ഇപ്പം ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് ട്രേഡിങ്ങിൽ നല്ലതല്ല. കാരണം എന്നോട് പറഞ്ഞു, നിങ്ങളെ സ്ട്രാറ്റജി പലപ്പോഴും വർക്ക് ചെയ്യുന്നത് കാണുന്നില്ലല്ലോ, ചിലപ്പോഴൊക്കെ അല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. കാരണം ഒരുപാട് വർഷം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഒരിക്കലും ലോസ് വരാത്ത സ്ട്രാറ്റജി എവിടെയോ ഉണ്ട്, അതും തേടി തേടി നടക്കുന്ന ആളുകളാണ് മിക്കവാറും ആളുകൾ. മാർക്കറ്റിൽ ഇറങ്ങിയ ഒരു 1, 2, 3 കൊല്ലമൊക്കെ ആളുകൾ ഈ രീതിയിൽ തിരയുന്ന ആളുകളായിരിക്കും. അപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. മാർക്കറ്റ് എപ്പോഴും ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ ഒരുപാട് ഫേക്ക് ചെയ്യുന്നുണ്ട്, മറ്റേത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ എപ്പോഴും ആളുകൾ എങ്ങനെയൊക്കെ ആളുകളെ ട്രാപ്പ് ചെയ്യാം, ആളുകളെ എങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി മൂവ് ചെയ്യുക എന്നുള്ള പല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പം നമുക്ക് അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടുന്ന സാധനം ഒന്നും ഉണ്ടാവില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യുക എപ്പോഴും നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാതെ ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ട്രേഡിനെ കൊണ്ടുവരിക, അവസരം കിട്ടുമ്പോൾ എടുക്കുക, അതുപോലെ നമ്മുടെ നല്ല ടാർജറ്റിന് വരെ വെയിറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ ശരിക്കും രക്ഷപ്പെടുത്തുള്ളൂ മാർക്കറ്റിൽ നിന്നുള്ളത്. അത്രയൊക്കെ ചെയ്താൽ പോലും എല്ലാ മാസം പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പില്ല. അതാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരിക്കലും നമുക്ക് ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന പോലെ സ്ഥിര വരുമാനം ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഓരോ ദിവസം കിട്ടുന്നോ ഒരു മാസം കിട്ടുന്നോ ഒന്നുമില്ല. പക്ഷേ നന്നായി പെർഫെക്റ്റായിട്ട് ഡിസിപ്ലിനോട് കൂടി പോവുകയും മാർക്കറ്റിനെ ഓരോ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴും അനലൈസ് ചെയ്യും, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ളൂ ട്രേഡിങ്ങിൽ എന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഓവർ പ്രതീക്ഷ വെക്കരുത് എന്നുള്ളത് തന്നെയാണ് എപ്പോഴും പറയാനുള്ള കാര്യം. ഓക്കെ, പിന്നെ അതുപോലെ ഇപ്പോൾ 1-2 പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ ആളുകളെ വിളിച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ട് ഇത്ര % ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ തട്ടിപ്പുകൾ ഒരുപാടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ തന്നെ ഈ മണി ചെയിൻ തട്ടിപ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. എത്ര കേസുകൾ മാർക്കറ്റിൽ നമ്മളെ ഇതിൽ അവൈലബിൾ ആണ്. എന്നാലും
അതിൽ പിന്നെയും പെട്ട ആളുകളുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം ഇപ്പം എൻ്റെ അടുത്തായിട്ട് സുഹൃത്ത് പറഞ്ഞ കേട്ടാണ്, ഇതേപോലെ ആദ്യം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നല്ല പൈസ കിട്ടും, പിന്നെ പിന്നെ ആളുകൾ അവരെ ചേർക്കും, പിന്നെ കുറേ കഴിയുമ്പോൾ അത് പൂട്ടിപ്പോകും. ആ സെയിം സംഭവം എപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഫിനാൻഷ്യലായിട്ട് സെർച്ച് ചെയ്യുന്ന ആളുകളാണ് ഇതൊക്കെ ആദ്യം കാണുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ചാനലിൽ പറഞ്ഞുള്ളൂ, ഇവിടെ ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല, മണി ചെയിനും കാര്യം നമ്മളിതിലൊന്നും ഇല്ലെങ്കിലും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ബാങ്ക് റിട്ടേൺസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ലാഭം തരാമെന്ന് പറഞ്ഞാൽ ആര് സമീപിച്ചാലും അത് റിസ്ക് നന്നായിട്ട് ഇൻവോൾവ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഓക്കെ, അതായത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡ് ചെറിയ ലോസിലാണ് ഇപ്പോൾ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ 7000 വരെയൊക്കെ പ്രോഫിറ്റ് പോയിട്ടുണ്ട്. 50 പോയിന്റ് 60 പോയിന്റ് അടുത്ത് വരെയൊക്കെ പോയതിനു ശേഷമാണ് ലോസ് അടിച്ചത്. 161.80 എൻട്രി, 143.50 എക്സിറ്റ് ആണ്. അപ്പോൾ 2560 രൂപ ലോസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് ഇതേപോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ചാർട്ടാർജൻ്റെ അടുത്തുനിന്ന് ചിലപ്പോൾ റിവേഴ്സ് ചെയ്യാം. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. നമ്മളെ ഡിസിപ്ലിനോട് കൂടി ചെയ്യാന്നുള്ളൂ. ഓക്കെ, ഇനി ഏതായാലും നല്ല അവസരം വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇത് മിക്കവാറും ആ ഒരു ഡേ ഹൈ, ഞാൻ പറഞ്ഞില്ലേ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കാം. നമുക്ക് നോക്കാം. ഏതായാലും ഇനി നല്ല ചാൻസ് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:45 നമ്മളെ ആ ഒരു ട്രേഡ് ടാർജറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ടാർജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെച്ച ടാർജറ്റ് ഏരിയത്തിൻ്റെ 240 വരെയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 80 പോയിന്റ്സ് ഒക്കെ ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ട്രേഡായിരുന്നു. ജസ്റ്റ് നമ്മുടെ SL, അതായത് നമ്മൾ എടുത്ത ഏരിയയിൽ തന്നെ വീണ്ടും വന്നിട്ടാണ് പോയത്. അവിടെ കറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്തു, തിരിച്ച് നമ്മുടെ SL 147 അടിച്ചിട്ട് തിരിച്ചത് അതേ പോരണം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ടൈപ്പ് ഇപ്പോൾ പലപ്പോഴും മാർക്കറ്റിൽ കാണുന്ന ഒരു ഏരിയ. അതായത് ഒരു ഏരിയ നല്ലോ മൂവ് ചെയ്യണ മാതിരി കാണിക്കും, വീണ്ടും കുറേ മൂവ് ചെയ്തതിനു ശേഷം ജസ്റ്റ് അതിൻ്റെ മുകളിൽ പോയിട്ട് താഴേക്ക് വരിക. അത് ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചകളിലൊക്കെ മാർക്കറ്റ് വാച്ച് ചെയ്താൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു ഏരിയ തിരിച്ചിറങ്ങാൻ പോസിബിലിറ്റി ഉണ്ട്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 56-80 സംതിങ് നമ്മൾ പറഞ്ഞ ഒരു ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇനി നമ്മൾ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ട്രേഡ് തന്നെ കറക്റ്റായിട്ട് ടാർജറ്റ് അടിച്ച ട്രേഡാണ്. നമുക്ക് ജസ്റ്റ് മിസ്സായിപ്പോയി, SL അടിച്ചിട്ട് പോയി ടാർജറ്റിലേക്ക്. ഇതൊന്നും നമ്മളെ എന്താ പറയുക ഡിസിപ്ലിനിൽ ബാധിക്കാൻ പാടില്ല. നമ്മൾ ഇനിയും നല്ല അവസരം വരുന്നവരെ കാത്തു നിൽക്കുക, അവസരം വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക, അവരെ വെയിറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിഫ്റ്റിയിൽ ആ ലിക്വിഡിറ്റിൻ്റെ തൊട്ടടുത്താണ് മൂവ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി 56-82 ടാപ്പ് ചെയ്തുകൊണ്ട് ഇനി മുകളിലേക്ക് നോക്കാം. നമുക്ക് ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:06 ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 56-82 എക്സാക്ട്ലി ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പോലെയൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, എൻട്രി എടുക്കാൻ ഇവിടുന്ന് നമുക്കൊരു എൻട്രി നോക്കാം. കാരണം ഇവിടെ നമുക്കൊരു 5 മിനിറ്റ്സ്, ഒരു സിംഗിൾ ക്യാൻഡിൽ 5 മിനിറ്റ്സ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 10:55 ക്യാൻഡിലെ ലോ എടുത്തതിന് ശേഷം 11 മണിക്ക് അതിൻ്റെ ഹൈ എടുത്തുകൊണ്ട് തന്നെ അവിടെ ഒരു 5 മിനിറ്റ്സ് IDX ഉണ്ട്. അപ്പോൾ നമുക്കൊരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി ഒക്കെ നോക്കാം നമുക്ക്. അതുമല്ല, ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിനെ പറയാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് ക്ലോസ് വന്നിട്ടില്ല. എന്നാലും നമുക്കൊരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി പരിഗണിച്ച് നോക്കാം. ഇവിടുന്ന് ഒരു കോൾ ഓപ്ഷൻ നമുക്ക് എടുത്ത് നോക്കാം. 56-100 കോൾ ഓപ്ഷൻ ഞാൻ ബൈ ചെയ്യാൻ പ്ലാനിങ് ഉണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരാണ് നമുക്ക് എടുക്കാം. അപ്പോൾ ചെറിയ സൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ പറയുക, വർക്ക് നടക്കുന്നുണ്ട് ഓഫീസിൻ്റെ അടുത്ത്, അതുകൊണ്ടാണ്. എല്ലാവരും അത് ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. 56-100 കോൾ ഓപ്ഷൻ നമ്മൾ ബൈ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് 197.55 നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരെ 18 പോയിൻ്റാണ്. ടാർഗറ്റ് വരെ ഇന്നത്തെ ഡേ ഹൈ അല്ലെങ്കിൽ 100 പോയിൻറ്റ്സ് റേഞ്ചിൽ വരുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. ഈ ട്രേഡിലും കൂടി ലോസ് വരികയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. 2 SL വന്നാൽ പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യില്ല, ഇനി എത്ര നല്ല ചാൻസ് ഉണ്ടെങ്കിലും. അതാണ് പ്ലാന്. ഇനി അഥവാ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് വരികയാണെങ്കിൽ നോക്കാം, പിന്നെ ട്രേഡ് ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അതായത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഈ ട്രേഡ് എടുക്കാനുള്ള കാരണം 5 മിനിറ്റ്സിൽ ഒരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി ആണ് എടുത്തത്. ക്യാൻഡിൽ ടാപ്പ് എൻട്രി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അത്യാവശ്യം വർക്ക് ചെയ്യുന്ന പോലെ കണ്ടിട്ടുണ്ട്. നോക്കാം. ഏതായാലും ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:17 ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു 5 മിനിറ്റ്സ് IDS ഇന്ന് ക്രിയേറ്റ് ചെയ്ത 5 മിനിറ്റ്സ് IDS ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവിടുന്ന് താഴേക്ക് വരാനൊരു പോസിബിലിറ്റി ഉണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ ഓൾറെഡി 10,000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്.
പക്ഷെ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ടാർഗറ്റ് അടുത്തെത്തിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നില്ല. മിനിമം 100 പോയിന്റ്സ് എബോവ് വരട്ടെ എന്നാലും എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ നിഫ്റ്റി ഡേ ഹൈൻ്റെ അടുത്ത് ആണ്. അപ്പോൾ നിഫ്റ്റി ഡേ ഹൈ കൂടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇവിടെ 5 മിനിറ്റ്സ് IDs ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴേക്ക് വരാൻ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോസ് വരില്ല ഈ ട്രേഡിൽ എന്നുള്ളതാണ്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റി ഡേ ഹൈ എടുക്കാം. നിഫ്റ്റി ഡേ ഹൈ എടുത്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ടാർഗറ്റിൽ അധികം കിട്ടിയിട്ടുണ്ട്. 1:5 എബോവ് വന്നിട്ടുണ്ട്. ഞാൻ ആ നിഫ്റ്റി ഡേ ഹൈയും കൂടി എടുത്തിട്ട് ചെയ്യാന്നുള്ളതിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത്. നിഫ്റ്റി ഡേ ഹൈ എടുത്തപ്പോൾ എക്സിറ്റ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയും ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത ഡേ ഹൈൻ്റെ അടുത്ത. നിഫ്റ്റി ഓൾറെഡി നമ്മളെ ഡേ ഹൈ ഏരിയ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും. അപ്പോൾ അവിടെ എത്തുമ്പോൾ 1:5 ആകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ച് കറക്റ്റായിട്ട് ആ ഒരു ഏരിയ എത്തുകയും ചെയ്ത് നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്ത്. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ടാർഗറ്റിൻ്റെ ഡേ ഹൈൻ്റെ തൊട്ടാണ് ടാപ്പ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ആ ഒരു ഏരിയയിൽ തന്നെയാണ് നമുക്ക് എക്സിറ്റ് ചെയ്ത് കറക്റ്റ്. കുഴപ്പമില്ല, നല്ല പോയിന്റ്സും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പോയിന്റ്സ് വന്നിട്ടുണ്ട് അതിൽ. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ടാർഗറ്റ് 340 വരെയൊക്കെ, 330 സംതിങ് 40 വരെയൊക്കെ പോയിട്ടുണ്ട് പ്രീമിയം. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ആ ഒരു നമുക്ക് എക്സിറ്റ് ചെയ്തത് 397 എൻ്റെ അടുത്ത് 316 എക്സിറ്റ് ചെയ്തത്. ഓൾമോസ്റ്റ് 120 പോയിന്റിൻ്റെ അടുത്ത്. നമുക്ക് 100 പോയിന്റാണ് നമുക്ക് 1:5 വരിക. 1:5 അധികം, 1:5 അല്ല, 18 പോയിന്റാണ് SL. 1:6 സബോനൊക്കെ ഉണ്ടാവും ഈ ട്രേഡിൽ. ഏതായാലും നമുക്ക് ഫസ്റ്റ് ട്രേഡിൽ SL ആയിരുന്നു. സെക്കൻഡ് ട്രേഡ് ഒരു ടാർഗറ്റ് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി ഇന്ന് ക്രിയേറ്റ് ചെയ്ത് അതിൽ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല, ലോസ് വരുന്ന ട്രേഡിൽ ചെറുതായിട്ട് കൺട്രോൾ ചെയ്യും, പ്രോഫിറ്റ് വരുന്നത് മാക്സിമം എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ട്രേഡിങ്. എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അത് തന്നെയാണ്. കാരണം പ്രോഫിറ്റ് ചെറുതായി കാണുമ്പോഴേക്ക് നമുക്ക് ഇങ്ങനെ വിറക്കാൻ തുടങ്ങും, ബുക്ക് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ പൈസനോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ്, ഇത് ഈ പൈസ കിട്ടിയിട്ട് വേണം നമുക്കത് ഇത് അടക്കാൻ എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ചെയ്യാനുള്ളതെന്നുള്ളതാണ്. ഏതായാലും ഇനി ഒരു ട്രേഡും കൂടി നോക്കാം. കാരണം ഓൾറെഡി നമുക്ക് 1:6-7 ഒക്കെ ടാർഗറ്റ് കിട്ടിയതിനോട് ഒറ്റ ട്രേഡും കൂടി നല്ല അവസരം വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 3 മണി കഴിഞ്ഞിട്ട് 3:08. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു ട്രേഡ്, പക്ഷേ 2:30ക്ക് ശേഷം ആയതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. അതൊരു ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് IDX 24,884 നിഫ്റ്റി ഉണ്ടായിരുന്നു. അവിടെ ടാപ്പ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി തന്നെ, അതും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന്. അതിപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുത്തില്ല, കാരണം 2:30ക്ക് ശേഷം വന്നുണ്ട്. അതിലും നമുക്ക് ഏതെങ്കിലും ഒരു സിംഗിളിൽ ഇറങ്ങിയാലും അത്യാവശ്യം ടാർഗറ്റ് ഉണ്ട് അതിൽ. ഒരു 1:5 റേഞ്ചിലൊക്കെ ടാർഗറ്റുള്ള ട്രേഡ് തന്നെയാണ്. പക്ഷേ നമുക്ക് ടൈം 2:30 കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരുപാട് 12 മണിന് മുന്നേ നമ്മൾ സെക്കൻഡ് ട്രേഡ് ക്ലോസ് ചെയ്ത് അതിന് ശേഷം ഇത്ര കിട്ടിയില്ല. 56 എൻട്രി വന്നിപ്പോൾ 74 ആയിട്ട് ഓൾമോസ്റ്റ് 20 പോയിന്റ് മൂവ് ചെയ്തു ഇപ്പോൾ ആ ട്രേഡിൽ. പക്ഷേ ആ ട്രേഡ് എടുത്തിട്ടില്ല ഞാൻ. സെയിം രാവിലത്തെ 2 ട്രേഡിനേ ഉള്ളൂ. ഓർഡേഴ്സൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. 11:30ക്ക് ട്രേഡ് കഴിഞ്ഞതിന് ശേഷം 2 മണി വരെ 2:30 വരെ എനിക്കൊരു ട്രേഡ് പോലും കിട്ടില്ല. 2:30ക്ക് ശേഷം പിന്നെ ഒരു ട്രേഡ് വന്നു. അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. പിന്നെ 2:30ക്ക് ശേഷം പിന്നെ ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു വോളറ്റൈൽ മൂവ്മെൻ്റ് ആയിരിക്കും. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പ് സൈഡ് 56,314 ഉണ്ടായിരുന്നു, അതും ടാപ്പ് ചെയ്തിട്ടില്ല. ഇത്ര നേരം മാർക്കറ്റ് ഒരു റേഞ്ചിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യുക. അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ മാക്സിമം പേഷ്യൻസോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. അത്രയും നേരം ഒരു ലിക്വിഡിറ്റിയും ടാപ്പ് ചെയ്തതുകൊണ്ടായിരുന്നു ഞാൻ ട്രേഡ് എടുത്തത്. പിന്നെ നിഫ്റ്റിയിൽ നമുക്കൊരു ട്രേഡ് വന്ന് 2:35-40-35 ആയപ്പോഴാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ട്രേഡ് വേണ്ട, സമയം കഴിഞ്ഞല്ലോ എന്ന് വെച്ചു. മുന്നേ 2 മണിക്ക് മുന്നേ 2:30ക്ക് മുന്നേ ഒക്കെ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ആ ട്രേഡ് എടുത്തിരുന്നു. ഏതായാലും കുഴപ്പമില്ല, നാളെ അവസരം ഉണ്ടാവും. നാളെ നല്ല ദിവസം നോക്കാം. അത്തരം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാത്ത സമയങ്ങളിൽ, അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മുടെ ഒരു സെറ്റപ്പിന് കിട്ടാത്ത സമയങ്ങളിൽ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ട്രേഡും കൂടി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ അവസരമില്ലാതെ ചാടി കയറാൻ പറ്റൂല. നമ്മുടെ ഡിസിപ്ലിൻ ഓരോ ദിവസവും, അല്ലെങ്കിൽ അതിങ്ങനെ തേച്ച് മിനുക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ നമ്മുടെ ആ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ അത്ഭുതം കണ്ടുപിടിച്ചേ എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരാക്രമമായി അല്ല വേണ്ടത്. ഈ ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ ഗോൾഡിൽ നിന്ന് രാവിലെ മുതൽ നോക്കിയിട്ട് ഒരു പ്രോപ്പർ സെറ്റപ്പ് ഒന്നും കിട്ടില്ല. ഭയങ്കര ഒരു കൺസോൾ ഒരു റേഞ്ചിൽ ഇങ്ങനെ കാണിക്കുക. ചെറിയ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് മുകളിലേക്കും താഴേക്കും വരുന്നുണ്ട്. പക്ഷേ അവസരം ഇല്ലാത്തതുകൊണ്ട് അതിലും ട്രേഡ് ചെയ്തിട്ടില്ല. ഏതായാലും എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നാളെ കാണാം. ഇന്നത്തെ 2 ട്രേഡും ഒരു ടാർഗറ്റ്, ഒരു രസമല്ല. രാവിലത്തെ ഫസ്റ്റ് ട്രേഡും ടാർഗറ്റ് അടിച്ച ട്രേഡാണ്. നമുക്ക് ജസ്റ്റ് നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വീണ്ടും വന്ന സമയത്ത് നമ്മുടെ SL അടിച്ചിട്ട് പോയി എന്നുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് 2 ടാർഗറ്റ് വരേണ്ട അവസ്ഥയായിരുന്നു.
2 ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ട് കുറേ കാലമായി. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.